മോഡുലാർ കിച്ചൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളി മോഡൽ ബേസ്ഡ് ആണ്. സാധാരണ നമ്മൾ ആശാരി വിളിച്ചിട്ട് സൈറ്റിൽ കുറേ മെറ്റീരിയൽ ഇറക്കി കുറേ ലെങ്ത്തിലങ്ങ് ഉണ്ടാക്കും. ഇതങ്ങനെയല്ല, ഇത് ബോക്സ് ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ 300 mm, 400 mm, 600 mm, 750 mm, 1200 mm അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബോക്സ് ആയിട്ട് നിരത്തി വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ പക്കത്ത് ഗ്രാനൈറ്റ് ഇട്ട് പോകാൻ പറ്റും. അപ്പം നല്ല ബലമായിരിക്കും, സ്ട്രോങ്ങും ആയിരിക്കും. നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലിറ്റി ഉപയോഗിക്കാൻ പറ്റും കിച്ചണിൽ. കാരണം അത്രയും ഫുൾ ഹൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബോക്സിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൽ 720 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റ് അത്രയും ഡെപ്തും ഹൈറ്റും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം വർക്ക് ട്രയാങ്കിളും ഇതെല്ലാം കീപ്പ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. വർക്ക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അധികം ക്ഷീണം വരാത്ത രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യത്തുള്ളൂ. ഒരു ഫുൾ ഡേ എന്ന് വർക്ക് ചെയ്താലും അത് ക്ഷീണം ഉണ്ടാകത്തില്ല. അവർക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അവർക്ക് നടുവേന വരാത്ത രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം ഹൈറ്റ് കുറഞ്ഞ കിച്ചൺ ആണെങ്കിൽ ചിലപ്പോൾ നേരത്തെ അവിടെ വർക്ക് ചെയ്ത ആൾ ഹൈറ്റ് കുറഞ്ഞ ആളായതുകൊണ്ട് ചിലപ്പോൾ ഹൈറ്റ് കുറഞ്ഞ് ചെയ്യും. പിന്നെ ഹൈറ്റുള്ള ആൾ വരുമ്പോൾ അവർക്ക് പാത്രം കഴുകാനും കുക്ക് ചെയ്യാനും നടുവനും വരും. അങ്ങനത്തെ കുറേ ആസ്പെക്ട്സ് നമ്മൾ നോക്കിയിട്ടാണ് ആളറിഞ്ഞുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യത്തുള്ളൂ. അതാണ് നമ്മൾ മോഡുലാർ കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ബെനിഫിറ്റ്. പിന്നെ ഉള്ളത് അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഡൗട്ടുള്ള കാര്യമാണ്. കിച്ചൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ പ്രശ്നം. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ സിലിക്കോണോ അങ്ങനത്തെ വാട്ടർ പ്രൂഫിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് ആ വെള്ളം മൊത്തം ഡ്രിപ്പ് ചെയ്ത് ഉള്ളിലോട്ട് പോകുമ്പോൾ ഈ ബോക്സസ് എല്ലാം നശിച്ചു പോകും. അതിന് നമ്മൾ ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ സിങ്ക് വരുന്ന സ്ഥലത്ത് നമ്മൾ WPC വെക്കും. WPC വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫംഗസോ അല്ലെങ്കിൽ ഡീലാമിനേഷനോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. വെള്ളം വന്ന് ഡ്രിപ്പ് ചെയ്താൽ നമുക്ക് തുടച്ചെടുത്താൽ നമുക്ക് റിസ്ക് ഇല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ ഓൾ സൈഡ് എഡ്ജ് ആയിരിക്കും വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. പിന്നെ നമ്മൾ 710 BWP പ്ലൈവുഡാണ് ഡോസിനും ബോക്സസിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ വർഷങ്ങളിൽ നിന്നോളും. മെറ്റീരിയൽ വാറണ്ടി മാത്രം 25 വർഷം. പിന്നെ നമ്മൾ ലാമിനേറ്റ് ഒട്ടിച്ച് ബാൻഡ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് ഒരു 50-60 വർഷം സുഖമായിട്ട് നിന്നോളൂ. പിന്നെ ആ സൈഡ് നോക്കേണ്ട കാര്യമില്ല.